ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥൻ, എങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി. വാവ്! നിങ്ങൾ നോക്ക് എന്താ പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിൽ ഞാൻ ദൂരെയാണ്, പക്ഷേ ആത്മാവിൽ ഞാൻ എവിടെയാണ്? സമീപസ്ഥനാണ്. അപ്പൊ നമ്മളിവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറയാണ്, as absent in body but present in spirit, have judged already as though I were present concerning him that has so done this deed. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനാണ്, എങ്കിലും ആത്മാവ് കൊണ്ട്. അപ്പൊ കൊരിന്ത്യ സഭയിൽ സഭ കൂടുന്ന സമയത്ത് സ്പിരിച്വലി ഐ വിൽ ബി പ്രസന്റ് there. പൗലോസ് അപ്പോസ്തലൻ പറയാണ്. അപ്പൊ ഇന്ന് ശരീരത്തിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:3 പറയാണ്, ഞങ്ങൾ ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നു. വി വിൽ കണ്ടിന്യൂ ഇൻ ദിസ് മിനിസ്ട്രി വിതൗട്ട് ബോഡി. ശരീരമില്ല, അപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ആബ്സെന്റ് ആയി കൊരിന്ത്യ സഭയിൽ പ്രസന്റ് ആയ അപ്പോസ്തലൻ പറയാണ്, ഇനി എന്നേക്കുമായിട്ട് ഈ ശരീരം വിട്ടുപോയാലും ദാറ്റ് ഡസന്റ് മാറ്റർ, വി വിൽ കണ്ടിന്യൂ ഇൻ ദിസ് മിനിസ്ട്രി. മിനിസ്ട്രി എന്താണ്? ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ബിഫോർ ഗോഡ്. ദൈവസന്നിധിയിൽ നല്ലതും പ്രസാദകരവുമായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മിനിസ്ട്രി. നിങ്ങളുടെ പള്ളിയിൽ പൗലോസ് അപ്പോസ്തലൻ സാന്നിധ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുക, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക സാന്നിധ്യമുണ്ടെന്ന്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് വിട്ടിട്ടാണ് പെന്തക്കോസ്തിലേക്ക് പോകുന്നത്. മൂക്കിൽ നിന്ന് ശ്വാസം പോയ അവിടം കൊണ്ടെല്ലാം തീരുന്നു. മരിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ടെല്ലാം അവസാനിക്കുന്നു. പെന്തക്കോസ്തിൽ ശ്വാസം പോയി കഴിഞ്ഞാൽ നിൽക്കും പ്രാർത്ഥന. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന, ഡ്രമ്മടി, മൂടുകൊണ്ട് പാകീറൽ, ഈ കലാപരിപാടി എല്ലാം ശ്വാസം പോയി കഴിഞ്ഞാൽ അവസാനിക്കും. മരണം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യാശ, ഈ ലോകത്തിൽ മാത്രമുള്ള പ്രത്യാശ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമുള്ള പ്രത്യാശ. ഇതാണ് പെന്തക്കോസ്ത സഭക്കാരുടെ ദുർഗതി. അതേസമയം നിങ്ങൾ നോക്കൂ, യഥാർത്ഥ ക്രിസ്തീയ സഭ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാ, ഏത് ലേഖനം വായിച്ചെന്ന് ഓർക്കുന്നോ? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, എന്താ? ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും. അത് വല്ല അബദ്ധവും പറ്റായിരിക്കും. ഒരു ലേഖനത്തിൽ അങ്ങനെ എഴുതിയെന്ന് വെച്ച് ഞാൻ വേറൊരു ലേഖനം എടുക്കാൻ പോവാ. കൊലാസ്യ ലേഖനം നിങ്ങൾ നോക്ക്. കൊലാസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. വാക്യം കിടക്കുന്നു, For though I be absent in the flesh, yet am I with you in the spirit, joying and beholding your order and the steadfastness of your faith in Christ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. യെസ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ എന്തെല്ലാം കാര്യം ചെയ്യുന്നേ? അവിടെ കൊരിന്ത്യൻ സഭയില് ഒരു ദുഷ്കർമ്മം ചെയ്തവനെ നീക്കാൻ വേണ്ടി അവിടെ സഭ കൂടുമ്പം ഐ വിൽ ബി പ്രസന്റ് there. ഞാൻ അവിടെ കാണും. ഇവിടെ പറയാണ്, കൊലാസ്യ സഭയുടെ ആ ക്രമം കണ്ട്, ആ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് കണ്ട്, സ്ഥിരത കണ്ട്, വിശ്വാസത്തിലെ ഉറപ്പ് കണ്ട്, സത്യവിശ്വാസത്തെ അപ്ഹോൾഡ് ചെയ്യുന്നത് കണ്ട്, നിശ്ചയമായിട്ടും ഈ ലൈവ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പൗലോസ് ശ്ലീഹാ സ്പിരിറ്റിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ സത്യവിശ്വാസത്തെ പുൽകുന്നത് കാണുമ്പോൾ, സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കും. അദ്ദേഹത്തിന്റെ മാത്രമല്ല, 100 കണക്കിന് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ തിരുവെടുത്ത് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന, ഞാൻ പറയുമ്പോൾ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയിൽ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ പ്രസന്റ് ആകുമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മോട് തിരുവെഴുത്ത് പറയാണ്. ഈ പരമസത്യത്തിൽ നിന്ന് നമ്മളെ മുഖം തിരിച്ച് കളഞ്ഞു ആര്? അതാണ് പെന്തക്കോസ്തിന്റെ ചതി. അതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊക്കെ വഞ്ചിക്കപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഈ സത്യത്തിൽ നിന്ന്, ഈ മഹാസത്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. പെന്തക്കോസ്ത് പാഷണ്ഡതയെ വിശ്വസിച്ചു. ഇവിടെ പറയാണ്, സത്യാരാധന നടക്കുമ്പോൾ നമ്മൾ അടുത്തു ചെല്ലുന്നത് പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ അടുത്തു വരുന്ന ആർക്കാണ്? സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്താണ് നമ്മൾ വരുന്നത്.
സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്കാണ് നമ്മൾ വരുന്നത്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാ. പൗലോസ് അപ്പോസ്തലൻ ഈസ് പ്രസന്റ്. വളരെ സൂത്തിങ് ന്യൂസ്. പേടിപ്പിക്കുന്ന വാർത്തയാണ്. ഒരാൾ മെസ്സേജ് ഇട്ടു, ഇത് പെന്തക്കോസ്തുകാർക്കാണ്, അവർക്ക് ടെറിഫൈങ് ന്യൂസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, യാക്കോബക്കാരൻ ധൂവപ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഗീവറി സഹത അവിടെ പ്രത്യക്ഷപ്പെട്ട എന്തായിരിക്കും സ്ഥിതി? പ്രാർത്ഥനയുടെ ശബ്ദം കൂടും, ധൂപത്തിന്റെ ആ ഇന്റൻസിറ്റി കൂടും. എന്തൊരു ജോയ്ഫുൾ ഒക്കേഷൻ ആയിരിക്കും അല്ലെ. മണറാട് പള്ളിയില് 8 നോമ്പ് പെരുന്നാൾ നടക്കുന്നതിന്റെ നടുവിലോട്ട് പരിശുദ്ധ അമ്മ അങ്ങ് പ്രത്യക്ഷപ്പെട്ട എന്തായിരിക്കും സംഭവം? എന്തോ ഒരു നിലവിളിപ്പാളായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർത്ത്, കുമ്പനാട്ട് പെന്തക്കോസ്തുകാര് അവന്റെ അന്തിക്കൂട്ടായ്മ കൂടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ചത്തുപോയ പാസ്റ്റർ ഉണ്ടല്ലോ, മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി കത്തോലിക്ക സഭ അവഹേളിച്ച കെ.ഇ. അബ്രഹാം, അയാൾ അങ്ങോട്ട് കയറി വരികയാണ്. എന്തായിരിക്കും സ്ഥിതി? ഒറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ കാലിയ ഓടുവന്മാര് സ്ഥലം വിട്ടും പേടിച്ച്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ മനസ്സിലാക്കല്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസം. അവരെ സംബന്ധിച്ച് മരിച്ചുപോയവരൊക്കെ ശത്രുക്കളും പിശാചുക്കളും പ്രേതങ്ങളും ഭൂതങ്ങളും ശാപവും ഒക്കെ ആയിട്ടാണ് അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ വാങ്ങിപ്പോയവർ വിശുദ്ധന്മാർ, ദേ ആർ വെരി പ്രസന്റ് വിത്ത് അസ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുക, അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുക, സഹദേവന്മാരുടെ ഗീവറി സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുക, ശുദ്ധിവാന്മാരുടെയും ശുദ്ധിമതികളുടെയും നിങ്ങളുടെ പള്ളി വെച്ചിട്ടുള്ള വിശുദ്ധന്റെ മധ്യസ്ഥത നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ്. നിങ്ങളുടെ പള്ളി സെയിന്റ് തോമസിന്റെ നാമത്തിലാണെങ്കിൽ, സെയിന്റ് ഗ്രിഗോറിയോസിന്റെ നാമത്തിലാണെങ്കിൽ, സെയിന്റ് ബേസിലിന്റെ നാമത്തിലാണ്, ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി തീരും. ഹേ സഹദേവന്മാരെ, പ്രാർത്ഥിപ്പിൻ ഞങ്ങൾക്കായി. നമ്മൾ പറയാറില്ലേ, ലോകത്തിന്റെ ചുഴികൾ, തിരമാലകൾ, ഇവയിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കുന്ന സഹദേവന്മാരുടെ പ്രാർത്ഥനകൾ. പൗലോസ് പറയണം, സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥനയും അപേക്ഷയും അഭയയാചനയും സ്തോത്രവും കഴിക്കണം.